ബാലറ്റ് ഇഷ്യൂ ചെയ്യുന്നു അല്ലെ. മോക്കോൾ സമയത്ത് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ. ബാലറ്റ് ഇഷ്യൂ ചെയ്ത് വോട്ടിംഗ് ആരംഭിക്കാം. ഇനി നമ്മൾ ഇതിനകത്ത് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. മോക്കോൾ സമയത്തായിരിക്കും കൂടുതലും നിങ്ങൾക്ക് അത് റെക്ടിഫൈ ചെയ്യേണ്ടി വരുന്നത്. ഇതിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യം ലിങ്കറാണ്. ലിങ്കറർ, ഇതിൽ ലിങ്കറർ 1 എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ, ലിങ്കറർ 1 എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആദ്യത്തെ ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റിലോട്ട് കണക്ട് ചെയ്ത സോക്കറ്റിലോ പിന്നിലോ എന്തോ പ്രശ്നമുണ്ട്. നമ്മൾ കണക്ട് ചെയ്തതിന്റെ കുഴപ്പമായിരിക്കും കൂടുതലും. കൃത്യമായിട്ട് അത് വീണിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുക. കൺട്രോൾ യൂണിറ്റ് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം നമ്മളത് പരിശോധിക്കണം. കേബിൾ ഒന്ന് പരിശോധിക്കുക. ഇത് ലൂസ് ആണോ, നന്നായിട്ട് വീണിട്ടില്ലയോ എന്നുള്ളത് പരിശോധിക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ റീകണക്ട് ചെയ്തതിന് ശേഷം സ്വിച്ച് ഓൺ ചെയ്ത് വീണ്ടും നോക്കുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ലിങ്കറർ 3 എന്ന് കാണിക്കും. ലിങ്കറർ 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റിലോട്ട് കണക്ട് ചെയ്തതിൽ എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുള്ളത് എന്നതാണ്. പക്ഷെ ലിങ്കറർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലറ്റ് യൂണിറ്റുകൾ തമ്മിലുള്ള കണക്ഷന്റെ പ്രശ്നമാണ്. ഒന്നുകിൽ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിലോട്ട് കണക്ട് ചെയ്തതിൽ എന്തെങ്കിലും ലൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിലോട്ട് കണക്ട് ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, എന്തെങ്കിലും ലോസ് കോണ്ടാക്ട് ആയിരിക്കും. അപ്പൊ നമ്മൾ വീണ്ടും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വീണ്ടും അത് നോക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ലിങ്കറർ 1 കാണിക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ കൺട്രോൾ യൂണിറ്റിലോട്ടുള്ള കണക്ഷൻ നോക്കുന്ന അതേ സമയത്ത് തന്നെ ജസ്റ്റ് നമ്മൾ ബാലറ്റ് യൂണിറ്റുകൾ തമ്മിലുള്ള കണക്ഷൻ കൂടി ഒന്ന് നോക്കുക. ഓക്കെ, അത്രയും സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പൊ പിന്നെ ലിങ്കറർ 3 പോകേണ്ട സാഹചര്യം വരുത്തില്ല. അപ്പൊ ലിങ്കറർ 1ഉം 3ഉം അതാണ്. ലിങ്കറർ 2 എന്ന് പറയുന്നത് അപൂർവമായിട്ട് വരുന്ന സംഭവമാണ്. അത് സംഭവിക്കുന്നത് ഇതിൽ ഞാൻ പറഞ്ഞു, ഈ ഓരോ ബാലറ്റ് യൂണിറ്റിലും ഒരു സ്ലൈഡ് സ്വിച്ച് പൊസിഷൻ ഉണ്ട് അല്ലെ. ഗ്രാമപഞ്ചായത്ത് 1-ലായിരിക്കണം, ബ്ലോക്ക് പഞ്ചായത്ത് 2-ലായിരിക്കണം, ജില്ലാ പഞ്ചായത്ത് 3-ലായിരിക്കണം. ഇത് മാറിക്കിടന്നാലാണ് ലിങ്കറർ 2 കാണിക്കുന്നത്. ലിങ്കറർ 2 കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ സെക്ടർ ഓഫീസിനെ വിളിക്കുക. ഇത് സെറ്റോടുകൂടി വോട്ടിംഗ് മെഷീൻ മാറ്റേണ്ടി വരും. അങ്ങനെ സാഹചര്യങ്ങൾ വരാറില്ല. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു.